ഇനി നമുക്ക് എന്താണ് ഈ വെബ് സെർച്ച് എന്ന് നോക്കാം. വെബ് സെർച്ചിലോട്ട് പോകുന്നതിന് മുന്നേ വെബ് സെർച്ച് എനേബിൾ ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ്? സബ്മിറ്റ് ചെയ്യട്ടെ. കണ്ടോ ആൻസർ ഇവിടെ കണ്ടോ, ഇത് പറയുന്നു ആൻഡ്രോയിഡ് 15 ആണ്. പക്ഷേ ഈ ഒരു ഡേറ്റ ഇത് കളക്ട് ചെയ്തത് ഡീപ് സീക്കിൻ്റെ ഇൻറ്റേർണൽ ലോക്കൽ ഡേറ്റാബേസിൽ നിന്നാണ്. ഇനി ഞാൻ ഈ വെബ് സെർച്ച് എനേബിൾ ചെയ്തിട്ട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. ലെറ്റ് മീ എനേബിൾ വെബ് സെർച്ച്. ടാപ്പ് ഓൺ ദി സബ്മിറ്റ് ബട്ടൺ. സീറ്റ് സെർച്ചിങ് ഇൻ വെബ്. കണ്ടോ, ഫൗണ്ട് 25 റിസൾട്ട്. ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡീപ് സീക്കിൻ്റെ ഇൻറ്റേർണൽ ഡേറ്റാബേസിൽ നിന്ന് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തു. അതിനുശേഷം ഇൻ്റർനെറ്റിൽ നിന്നും കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തു. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ആൻസറാണ് ഇവിടെ കാണുന്നത്. അതാണ് ഡിഫറൻസ്. നമ്മൾ ഈ വെബ് സെർച്ച് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡീപ് സീക്കിൻ്റെ ഡേറ്റാബേസിൽ നിന്നുള്ള ഡേറ്റയും ഇൻ്റർനെറ്റിൽ നിന്നുള്ള ഡേറ്റയും കൂടെ മെർജ് ചെയ്ത് ഒരു ഫൈനൽ ആൻസർ ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് തരും. അതാണ് ഈ വെബ് സെർച്ച്. നമുക്ക് വേണമെങ്കിൽ ഈ ഡീപ് തിങ്ക് R1 വെബ് സെർച്ചും രണ്ടും കൂടെ എനേബിൾ ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് രണ്ടും എനേബിൾ ചെയ്തിട്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. കണ്ടോ, ഇത് വെബിൽ സെർച്ച് ചെയ്തു, 28 റിസൾട്ട് കിട്ടി. ഇപ്പോൾ അതിനുശേഷം അത് തിങ്ക് ചെയ്യുക. തിങ്കിങ് പ്രോസസ്സ് ഇവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്.